Hello, good morning. Hello. Arula. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Yes, good morning. Come to the Danyala. Okay, നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ചാപ്റ്റർ ആണ് എടുത്തോണ്ടിരിക്കുന്നത്. ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ അതിന്റെ എൻഡ് ഓഫ് ദ പാർട്ടിലേക്ക് എത്താറായി. കഴിഞ്ഞ ദിവസം നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? ട്രെയിനിങ് മെത്തേഡുകളൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡുകളും അല്ലെ? ഓൺ ദ ജോബ് എന്ന് പറയുമ്പോൾ ജോബ് നടക്കുന്ന വർക്ക് പ്ലേസിൽ തന്നെ അവിടുത്തെ ടൂൾസും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എവിടെയാണോ അതേ സെയിം വർക്ക് പ്ലേസിലായിരിക്കും അവിടെ ട്രെയിനിങ് എംപ്ലോയീസിന് വേണ്ടി നടത്തുക. അതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് OJT എന്ന് പറയുന്നത്. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് the training will be done away from the വർക്ക് പ്ലേസിൽ നിന്നും അല്ലെങ്കിൽ വർക്ക് ഫ്ലോറിൽ നിന്നും കുറച്ച് ദൂരെയായിട്ടുള്ള സ്ഥലത്തില് അവിടെ എന്താ പറയാ ടൂൾസ് യഥാർത്ഥത്തിലുള്ള എക്യുപ്മെന്റുകളുടെ ടൂൾസ് ഉപയോഗിച്ചിട്ടല്ല. അതിന്റെ ഒരു ഡെമോ ഒക്കെ കാണിച്ചു കൊടുക്കേണ്ടതാണെങ്കിൽ അത്തരം ടൂൾസിന്റെ ഒരു സ്പെസിമെൻ അല്ലെ അതിന് ഐഡന്റിക്കൽ ആയിട്ട് തോന്നുന്ന ചില എക്യുപ്മെന്റുകളൊക്കെ വെച്ചിട്ടായിരിക്കും അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അത് പല രീതിയിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ലെക്ചർ പോലെ ഒരു വലിയ ഹാളിലൊക്കെ പിടിച്ചിരുത്തിയിട്ട് ആളുകൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് അതൊരു ക്ലാസ് റൂം പോലെ അല്ലെ? നടുക്ക് പാസേജ് ഒക്കെ ഉണ്ടായിട്ട് അപ്പുറത്തൊക്കെ ആളുകളെ ഇരുത്തിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റുകളൊക്കെ എടുത്തു വെച്ചിട്ട് അവർക്ക് എന്താ പറയാ കൃത്യമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. കോൺഫറൻസ് പോലെയും ഗ്രൂപ്പ് ഡിസ്കഷൻസ് പോലെയും കേസ് സ്റ്റഡീസ് ഒക്കെ നടത്തി അതുപോലെ പിന്നെ തന്നെയല്ല കുറച്ച് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് അതായത് ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ അതേ ഗൈഡായിട്ട് വെച്ചിട്ട് അത് വെച്ചിട്ട് ആളുകൾക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നതാണ്. പിന്നെ ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത് 8 to 14 അതുപോലെയുള്ള കുറച്ച് മെമ്പേഴ്സ് ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് ആ ഒരു ലേണിംഗ് പ്രോസസ് ആണ് അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെ ട്രെയിനിങ്ങിന്റെ പല രീതികളാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. റൈറ്റ്? അവിടെ വരെ എടുത്തേ ഒന്ന് കൺഫേം ആക്കാമോ? ഞാൻ അവിടെ വരെയാണ് എത്തിയെന്നാണ് എന്റെ ഒരു ഓർമ്മ. പെർഫോമൻസ് കംപ്ലീറ്റ് ആയിട്ട് പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്ന് ജസ്റ്റ് ചിലപ്പോ ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടാകും. സോ അവിടെ തുടങ്ങി വീണ്ടും നമുക്കൊന്ന് പോകാം. പെർഫോമൻസ് അപ്രൈസലാണ്. എന്താണ് പെർഫോമൻസ് അപ്രൈസലിന് നമ്മൾ പറഞ്ഞത്? എംപ്ലോയീസിന്റെ പെർഫോമൻസ് എസ്റ്റിമേറ്റ് ചെയ്യലാണ് അല്ലെ? എത്രത്തോളം കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്, അതൊരു പ്രോസസ്സിലൂടെ എത്ര അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലികളൊക്കെ ഏത് രീതിയിൽ ചെയ്യുന്നു, എത്ര ഭംഗിയായി ചെയ്യുന്നു, അതിന്റെ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളും ക്വാണ്ടിറ്റിയും ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് എന്ത്? നമ്മളുടെ ജോബ് റിക്വയർമെന്റ്സിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണോ നമുക്ക് എന്താണോ ആ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ ആവശ്യം, അത് വെദർ ദ എംപ്ലോയീസ് ആർ ഗിവിംഗ്, ആ എംപ്ലോയീസ് അത് തരുന്നുണ്ടോ എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുക. ഈ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്ന ആ പ്രോസസ് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ആ പെർഫോമൻസ് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് നമ്മൾ എങ്ങനെയാണ് അളക്കുന്നത്? ഇത്രയൊക്കെ ചെയ്തു, ഓക്കെ, ഇത് ഇത്രയൊക്കെ ചെയ്താൽ മതിയോ, അത് അങ്ങനെയാണോ, അല്ലെങ്കിൽ ഇത്രയും മതിയോ? അതിന് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യണം അല്ലെ? എന്ത് കാര്യത്തിന്റെയും പെർഫോമൻസുകൾ നമുക്ക് അറിയണമെങ്കിൽ വി ഹാവ് ടു എസ്റ്റാബ്ലിഷ് എ സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ പെർഫോമൻസ് അപ്രൈസൽ നടത്തണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യലാണ്. സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താ? അത് അവരോട് ഇത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എംപ്ലോയീസിനോട് അത് കൺവേ ചെയ്യുക. So that they can understand how much they have to reach. ഏത് അറ്റം വരെ ഞങ്ങൾ എത്തണം, ഞങ്ങളുടെ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ
ഞങ്ങൾ ഉൽപാദനം എത്ര വരെ കൊടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇത്ര വരെ ഒക്കെ ചെയ്യണം എന്നൊരു ഐഡിയ അവർക്ക് കിട്ടണം. ആ ഐഡിയ അവർക്ക് കിട്ടിയാൽ മാത്രമാണ് അത് അവരോട് അറിയിക്കണം. അത് അവർക്ക് കിട്ടുമ്പോഴാണ് they can do their performance. അവർക്ക് അത് അനുസരിച്ച് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തു, നമ്മളത് അവരെ അറിയിച്ചു. അതിനുശേഷം അവർ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അവരുടെ പെർഫോമൻസ് ലെവൽ മെഷർ ചെയ്യുന്നതായിരുന്നു അടുത്ത സ്റ്റെപ്പ് അല്ലെ. പെർഫോമൻസ് ലെവൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞോ ഇല്ല. സോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡും ഇവരുടെ ആക്ച്വൽ ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അണ്ടർസ്റ്റാൻഡ് നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിലേക്ക് എത്തിയോ, അല്ലെങ്കിൽ അതിന്റെ ബിയോണ്ട് അതിനപ്പുറത്തേക്ക് എത്തിയോ, അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് കമ്പാരിസണിലൂടെ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അപ്പൊ അത് കമ്പയർ ചെയ്ത് നോക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അബവ് സ്റ്റാൻഡേർഡ് ഉള്ളവർക്ക് അതനുസരിച്ചുള്ള അപ്രീസിയേഷൻസ് കൊടുക്കുക അല്ലെ. ചെയ്തത് അവരെ ഒന്ന് അപ്രീസിയേറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഉദ്ദേശിച്ച ലെവലിനേക്കാൾ കുറച്ചുകൂടി മുന്നിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അതിന് അർഹരാണ് അവര് ആ ഒരു അപ്രീസിയേഷൻ. അങ്ങനെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിന്റെ ബിലോ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ട കറക്ഷൻസ് കൊടുക്കുക. അപ്പൊ അങ്ങനെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പെർഫോമൻസ് ഇവാലുവേഷൻ പ്രോസസ്സിനകത്ത് വന്ന സ്റ്റെപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, ടിക്കറ്റ് വെക്കുക. ഇവിടെ വരെയാണോ പറഞ്ഞത്? കഴിഞ്ഞല്ലോ അല്ലെ? ഇതുവരെ എല്ലാവർക്കും മനസ്സിലായതാണ്. Now we are going to the next topic, motivation. അപ്പൊ നമ്മള് പെർഫോമൻസ് അപ്രൈസലൊക്കെ നടത്തി കഴിഞ്ഞാൽ if the employees need some motivation, ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയുക മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇവരെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് യോഗ്യരാക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പിന്നിൽ നിന്നും ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അത് പല രീതിയിലാണ് മോട്ടിവേഷൻസ് നടക്കുന്നത്. അപ്പൊ മോട്ടിവേഷൻസ് കൊടുക്കുന്നതിലൂടെയും ഓർഗനൈസേഷൻ ക്യാൻ അറ്റൈൻ ഇറ്റ്സ് ഗോൾ. അതായത് ഒരു ഓർഗനൈസേഷൻ അതിൻ്റെതായ രീതിയിൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വൽസിനെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. The goals of the individuals and organization can be attained only through making persuasions to of the workers. വർക്കേഴ്സിനെ ഇങ്ങനെ പെർസ്വേഡ് ചെയ്തുകൊണ്ടിരിക്കുക, പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരെ അവരുടെ ജോലിക്ക് ഭാഗമാകുന്ന രീതിയിലുള്ള വർക്കിംഗ് അറ്റ്മോസ്ഫിയറും മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് അവരിൽ നിന്ന് മാക്സിമം കിട്ടേണ്ടതിന് വേണ്ടി അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അതിനൊരു ഇടയ്ക്ക് ഒരു മോട്ടിവേഷൻസ് ഒക്കെ കൊടുക്കുക. അങ്ങനെ ആ ഒരു പ്രൊഡക്റ്റീവ് പെർഫോമൻസ് പെർസ്വേഡ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന ആ ഒരു പ്രോസസ് അതിനെയാണ് നമ്മൾ മോട്ടിവേഷണൽ പ്രോസസ് എന്ന് വിളിക്കുക. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. The goals of the individuals and the organization can be attained through persuading workers towards the productive performance, which is called the motivational process. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോട്ടിവേഷണൽ പ്രോസസ്. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, അണ്ടർലൈൻ ചെയ്തല്ലോ? ക്ലിയർ ആണോ? മനസ്സിലായല്ലോ കാര്യം എന്താണ്? മോട്ടിവേഷൻ എന്താണെന്ന് മനസ്സിലായോ? ഇനി ഇത് ഈ മോട്ടിവേഷൻസ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ അട്രാക്ട് ദ എംപ്ലോയീസ് ആൻഡ് ഓൾസോ ദ എംപ്ലോയീസ് ക്യാൻ ആക്ട് അഗെയിൻസ്റ്റ് ഇറ്റ്. അതായത് ഇങ്ങനെ വരുമ്പോൾ ഈ എന്താ പറയുക എംപ്ലോയീസ് സ്വയം അട്രാക്ട് ചെയ്യപ്പെടുകയും കൂടുതൽ മോട്ടിവേഷൻസ് കൊടുക്കുമ്പോൾ മോട്ടിവേഷൻസ് ഏതൊക്കെ രീതിയിൽ കൊടുക്കുന്നുണ്ടെന്നുള്ളത് തൊട്ട് താഴെ പറയുന്നുണ്ട്, അന്നേരം പറയാം. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ വെറുതെ സമയം കളയുന്നില്ല. അപ്പൊ മോട്ടിവേഷൻസ് കൊടുക്കുമ്പോൾ എംപ്ലോയീസിന് കൂടുതൽ അതിലേക്ക് ആകർഷിതരാകും. ഓ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല രീതിയിലാണ് ഈ മോട്ടിവേഷൻ. അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആ മോട്ടിവേഷൻ കിട്ടുമ്പോൾ എംപ്ലോയീസ് കൂടുതൽ വർക്കിലേക്ക് അവരുടെ ഫുൾ പവർ അല്ലെങ്കിൽ ഫുൾ എഫിഷ്യൻസി ഇഫക്റ്റീവായിട്ട് അവർ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ കാരണം കൊണ്ടാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, കൂടുതൽ നല്ല രീതിയിൽ ആ ജോലിയോട് എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള അതിനോടുള്ള ആ ഒരു ഇത് കാണിക്കാൻ പറ്റുക അല്ലെ. അവരുടേതായ അവര് കൂടുതൽ സെൽഫായിട്ട് അവർ അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് എടുത്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ വരുന്നത് മോട്ടിവേഷൻസിൽ നിന്നാണ്. അപ്പൊ അതൊരു ആ മോട്ടിവേഷൻ കിട്ടുമ്പോൾ എംപ്ലോയീസ് അതനുസരിച്ചിട്ട് പെട്ടെന്ന് അട്രാക്ട് ചെയ്യപ്പെടുകയും അതനുസരിച്ച് ഓരോ പ്രവർത്തികൾ അവര് ചെയ്യാൻ നോക്കും. അങ്ങനെ വരുമ്പോൾ മോട്ടിവേഷൻ ആക്ടിവിറ്റി എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എവിടേക്കെങ്കിലും ഒക്കെ താഴെ പോകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കുക. അപ്പൊ മോട്ടിവേഷൻസിലൂടെ we can attain, the organization can attain its goal, maximum അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ. ഇനി what is the objective of motivation? മോട്ടിവേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? It is to create the conditions in people. ഇത് ഒരു തരം കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കലാണ്, ആളുകളിൽ എന്തെങ്കിലും ഒരു ചില അവസ്ഥകൾ സൃഷ്ടിച്ചെടുക്കലാണ്. That the people are willing to work with a passion
വളരെ സന്തോഷത്തോടെ ഒരു പാഷനായിട്ട് ഇതെനിക്ക് ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തോടുകൂടി ചെയ്യുക. ആഗ്രഹത്തോടുകൂടി നമ്മൾ ചെയ്യുന്നതാണ് പാഷൻ എന്ന് വിളിക്കുക. അപ്പൊ ആഗ്രഹത്തോടുകൂടി ഭയങ്കര ഇനീഷ്യേറ്റീവ് ആയിട്ട്, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട്, ഭയങ്കര enthusiastic ആയിട്ട്, അത് മാത്രമല്ല ഒരു പേഴ്സണൽ മാത്രമല്ല വ്യക്തിപരമായിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ ഒരു മോറൽ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ വേണ്ടി, ഓൾസോ വിത്ത് റെസ്പോൺസിബിലിറ്റി, വളരെയധികം ഉത്തരവാദിത്തത്തോടെ വിശ്വാസത്തോടെ, എന്താ പറയാ വിശ്വാസ്യത ഉറപ്പിക്കുന്ന രീതിയിൽ ലോയൽറ്റി ആൻഡ് ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിൽ പെരുമാറ്റവും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും വളരെ ബ്രൈറ്റ് ആയിട്ട് കോൺഫിഡൻസ് ആയിട്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ എന്താണ് മോട്ടിവേഷന്റെ ഒരു ഉദ്ദേശമാണ്. മോട്ടിവേഷൻ ഈ പറയുന്ന എല്ലാത്തിനും വേണ്ടിയിട്ടാണ്. അപ്പൊ ആളുകളെ, പീപ്പിളിനെ വില്ലിംഗ് ടു വർക്ക് വിത്ത് പാഷൻ, ഇനീഷ്യേറ്റീവ്, ഇൻട്രസ്റ്റ്, enthusiasm, with a high personal group of moral satisfaction, sense of responsibility, loyalty, discipline, pride, confidence in a coherent manner, means in a respective manner. ഒരു പ്രത്യേക രീതിയിൽ ഇതെല്ലാം ഈ രീതിയിൽ ചെയ്ത് എടുക്കാൻ വ്യക്തികളെയും അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടൊക്കെ എംപ്ലോയീസ് ജോലി ചെയ്യുമ്പോൾ അങ്ങനെയും ഒക്കെ അവരെ ആ ഒരു രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ, ജോലി ചെയ്യിപ്പിക്കാൻ കൊടുക്കുന്ന ഒരു എന്താ പറയാ ഉദ്ദേശമാണ് എന്തിനുള്ളത്, മോട്ടിവേഷനുള്ളത്. ക്ലിയർ ആയല്ലോ? മോട്ടിവേഷൻ ടെക്നിക്സ് എംപ്ലോയീസിന്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കാം എന്ന് വെച്ചാൽ എന്താ, അതായത് കൂടുതൽ മോട്ടിവേഷൻ, നല്ല മോട്ടിവേഷണൽ ടെക്നിക്സ് കൊണ്ടിരുമ്പോൾ എംപ്ലോയീസ് ഗ്രോത്ത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. എംപ്ലോയീസ് അതനുസരിച്ച് മോട്ടിവേറ്റഡ് ആകുകയും കൂടുതൽ നല്ല സ്നേഹത്തോടെ, സന്തോഷത്തോടെ, വിശ്വാസത്തോടെ, വളരെ ആത്മാഭിമാനത്തോടെ, ഉത്തരവാദിത്വത്തോടെ, ഒരുപാട് വിശേഷണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് മോട്ടിവേഷൻ കിട്ടുമ്പോഴാണ് ഉണ്ടാകുക. ഇതൊക്കെ ഉള്ളിൽ വരുന്നത് എല്ലാവർക്കും ഉണ്ട്, അവരുടെ വർക്ക് പ്ലേസിൽ എല്ലാവർക്കും ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയാ, ചില പോരായ്മകൾ ചിലപ്പോ അത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ എംപ്ലോയറുടെ ഭാഗത്തു നിന്നോ ഉള്ള ചില എന്താ പറയാ ഒരു അനാസ്ഥ എന്ന് വെച്ചാൽ അതൊന്നും ശ്രദ്ധിക്കാതെ എംപ്ലോയീസ് അവരവരുടെ രീതിയിൽ ചെയ്യുന്നു. ഇവർക്ക് ഇടയ്ക്ക് വേണ്ടി വരുന്ന മോട്ടിവേഷൻസ്, അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്, അവർ വിത്ത് സാറ്റിസ്ഫാക്ഷൻ, വളരെ സംതൃപ്തിയോട് കൂടിയാണോ ജോലി ചെയ്യുന്നത് എന്നൊന്നും അന്വേഷിക്കാതെ, കാര്യങ്ങളൊന്നും അങ്ങനെ മനസ്സിലാക്കാതെ വെറുതെ കുറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യിപ്പിക്കുക. അത് ഇവർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണോ എന്നൊന്നും നോക്കുന്നില്ല, അവരെ കൊണ്ട് അത് പറ്റുമോന്നും നോക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ ആളുകൾക്ക് മടുക്കും അല്ലെ? അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യിപ്പിക്കേണ്ട ജോലികളാണെങ്കിൽ അത് കൃത്യമായിട്ട് അവരെ മനസ്സിലാക്കി മോട്ടിവേറ്റഡ് ആക്കി ചെയ്യിപ്പിക്കുക. അധ്വാനം കൂടുതൽ കൊടുക്കുന്നത്, പക്ഷെ അതനുസരിച്ചുള്ള ഇൻകംസ് ഒന്നും അവർക്ക് കിട്ടുന്നില്ല. സോ അവർക്ക് മോട്ടിവേറ്റഡ് ആകില്ല. അപ്പൊ അങ്ങനെ മോട്ടിവേഷൻസ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രയും അറ്റൈൻ ചെയ്താൽ യു വിൽ ഗെറ്റ് പ്ലസ്, അതായത് സാലറി പ്ലസ് കിട്ടുന്നത് എന്ന് വെച്ചാൽ നേരത്തെ കിട്ടിയതും സാലറി നമ്മൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് തരാനായിട്ട്. അപ്പൊ ഒരു മോട്ടിവേറ്റഡ് ആയി കണ്ടോ, അങ്ങനെയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൂടി ചെയ്യുമ്പോൾ അത് എംപ്ലോയീസിന്റെ ഗ്രോത്തിന് കാരണമാകുന്നു എന്നാണ് ആ ലാസ്റ്റ് സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മോട്ടിവേഷന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വേർഡുകളുണ്ട് കേട്ടോ, ഒരുപാട് വിശേഷണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ആ പാരഗ്രാഫ് മനസ്സിലായോ? ഒബ്ജക്റ്റീവ്സ് ഓഫ് മോട്ടിവേഷൻ മനസ്സിലായല്ലോ? അടുത്തതിലേക്ക് പോയിക്കോട്ടെ, അത് വായിച്ചു നോക്കിയാൽ മതി, അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തത് മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ള, അതായത് മോട്ടിവേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എടുക്കുന്ന ചില ടെക്നിക്സ് ആണ് കേട്ടോ. ചില ടെക്നിക്സ് ആണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. എല്ലാം ഒന്നും അണ്ടർലൈൻ ചെയ്യുന്നു വേണ്ട. അപ്പൊ എന്താണ്, ഏതൊക്കെ രീതിയിലാണ് മാനേജ്മെന്റ് എന്തൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ചാണ് ഇൻക്രീസ് ദ മോട്ടിവേഷൻ അബൌട്ട് എംപ്ലോയീസ്, എംപ്ലോയീസിന്റെ മോട്ടിവേഷൻസ് വർദ്ധിപ്പിക്കാനായിട്ട് അവർ ചെയ്യുന്ന ചില ടെക്നിക്സ് ആണ്. ഒന്ന് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണ്. എന്തായിരിക്കും ഫിനാൻഷ്യൽ? അവരുടെ തന്നെ നമുക്കറിയാം, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വിത്ത് മണി, പ്രൊവൈഡിങ് മണി ലൈക്ക് വേജസ്, സാലറീസ്, ബോണസ്, പ്രോഫിറ്റ് ഷെയറിംഗ്, ലീവ് വിത്ത് പേ, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്. ഇങ്ങനെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട്, ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഓഫർ ചെയ്തുകൊണ്ട് ആളുകളെ മോട്ടിവേറ്റഡ് ആക്കുക. എംപ്ലോയീസിന് നല്ല സാലറി തരാം, നല്ല വേജസ് തരാം, ബോണസ് തരാം. കണ്ടോ, നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ സാധാരണ ചെയ്യണമെങ്കിൽ ഇത്ര, പ്ലസ് അതെല്ലാം നമ്മൾ ഉദ്ദേശിച്ച ലെവലിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ബോണസ് ഉണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ പറയാ, ഫെസ്റ്റിവൽ സീസൺസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പ്ലസ് സാലറിയുടെ കൂടെ പ്ലസ് ഹാഫ് ഓഫ് ദ സാലറി നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്.
ആ ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യാനായിട്ട്. കാരണം എന്താ, അങ്ങനെയുള്ള ചില ഫെസ്റ്റിവൽസ്, ഓണം, വിഷു, ക്രിസ്തുമസ്, ഈ 3 പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ് നമുക്ക് ഉള്ളത് അല്ലെ. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ബോണസ് കിട്ടും എന്നൊക്കെ വിചാരിക്കും. എന്തായി കുറച്ച് കൂടുതൽ മോട്ടിവേറ്റഡ് ആയി ആ ഒരു സമയത്ത് നമുക്ക് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് കൂടുതൽ മോട്ടിവേഷൻസ് അങ്ങനെ ധനപരമായ രീതിയിൽ കൊടുക്കുക. അത് പണം രൂപത്തിൽ തന്നെ ബോണസ് ആയിട്ട്. പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് വെച്ചാൽ ബിസിനസ് ഓർഗനൈസേഷന്റെ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം ചെറുതായിട്ട് അവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ലാഭമാണല്ലോ ഓർഗനൈസേഷന് കിട്ടിയേക്കണേ. ലാഭം മുഴുവനും കിട്ടേണ്ടത് എന്റർപ്രണർക്ക് തന്നെയാണ്. നമുക്കറിയാം ബിസിനസ് നടത്തുന്ന ബിസിനസ്മാൻ ആണ് ലാഭത്തിന് അർഹതയുള്ളത്. തീർച്ചയായിട്ടും ബിക്കോസ് ഈസ് ദ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസർ ടു ദ ബിസിനസ്. ബിസിനസ് കൊണ്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള മൂലധനം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബിസിനസ്സുകാരനാണ്. തീർച്ചയായിട്ടും അതിന്റെ ലാഭവിഹിതം അതുപോലെ തന്നെയാണ് ഉള്ളത് എന്റർപ്രണർക്കാണ്. പക്ഷേ ഇത് ഇറ്റ്സ് ടൈപ്പ് ഓഫ് മോട്ടിവേഷൻ. ഇത് അവിടെയുള്ള എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചില എന്റർപ്രണേഴ്സ് ആ ഷെയർ, പ്രോഫിറ്റ് ഷെയറിന്റെ ഒരു ചെറിയ ഷെയർ ഇവർക്ക് കൂടിയൊക്കെ പങ്കിട്ട് കൊടുക്കുക. അപ്പം ചെറുതായാലും മതി. സോ ഇറ്റ് വിൽ ഗെറ്റ് മോട്ടിവേറ്റഡ് അല്ലെ എമംഗ് ദ എംപ്ലോയീസിന്റെ ഇടയിൽ അതൊരു മോട്ടിവേഷന് കാരണമാവുകയും ചെയ്യും. പിന്നെ ലീവ് വിത്ത് പേ എന്താ പറയാ, ലീവ് എടുത്തു പക്ഷെ എന്നാലും അതൊരു പേയ്മെന്റ് കിട്ടിയിട്ടുള്ള ലീവ് തന്നെയാണ്. അങ്ങനെയൊക്കെ അനുവദിക്കുക. അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തൊക്കെ എടുത്തിട്ട് ലീവ് അല്ല, ഒരു ചിലപ്പോ മാസത്തിൽ 1 or 2 ദിവസമൊക്കെ അവധി എടുത്താലും കുഴപ്പമില്ല. നോ കട്ട് ഓഫ് ദ സാലറിയുടെ കട്ടൊന്നുമില്ല എന്ന് പറയാം 2 ദിവസത്തേക്ക്. അതൊരു നല്ലൊരു രീതിയാണ്. കാരണം ആ ഒരു സമയത്ത് അവർക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു 2 ദിവസമൊക്കെ ലീവ് എടുത്താലും നമ്മുടെ സാലറി കട്ടാകുന്നില്ല. അത് എമർജൻസി കേസിൽ നമുക്ക് അങ്ങനെ മാറ്റിവെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോട്ടിവേഷൻസ് ആണ്. പിന്നെ എന്താ, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്. നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ ഒരു കാര്യം വന്നു, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കിടക്കേണ്ടി വരുമോ, 2 ദിവസം കിടക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടി നമുക്ക് ചെലവാകുന്ന പൈസയുടെ ഒരു ചെറിയ ഭാഗമൊക്കെ ഇത്രയും കാശൊക്കെ നിങ്ങൾക്ക് ചെലവായതല്ലേ, ഒരു നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയി അല്ലേ, അങ്ങനെ അതിന് റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് ചോദിക്കാം. അങ്ങനെയൊക്കെ അത് പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാം ഫിനാൻഷ്യൽ മോട്ടിവേഷൻ ഉദാഹരണങ്ങളാണ്. ഓക്കെ, എന്താണ് ഇതെല്ലാം മനസ്സിലായല്ലോ? ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്ന് വെച്ചാൽ ബൈ പ്രൊവൈഡിങ് ഫിനാൻസ് ടു ദ എംപ്ലോയീസിന് പല രീതിയിലും എന്താ പറയാ പണപരമായിട്ട് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നത്, സാലറി ആയിട്ട്, വേജസ് ആയിട്ട്, ബോണസ് ആയിട്ട്, ലീവ് പേ ആയിട്ട്, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഒക്കെ ആയിട്ട്, പ്രോഫിറ്റ് ഷെയറിംഗ് ആയിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്രയൊക്കെ പറഞ്ഞാൽ പോരെ? അടുത്തത് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണ്. എന്താ നോൺ ഫിനാൻഷ്യൽ? ഇവിടെ പണ രൂപത്തിലുള്ള മോട്ടിവേഷൻ അല്ല കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ പണമായിട്ടൊന്നും കൊടുക്കുന്നില്ല, പക്ഷെ മറ്റു തരത്തിലുള്ള നോൺ മോണിറ്ററി റിവാർഡുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ, നോൺ മോണിറ്ററി റിവാർഡ്സ് എന്ന് പറയുമ്പോൾ അവരുടെ എന്താ പറയാ, അവിടെ കുറച്ച് ഉദാഹരണങ്ങൾ താഴത്ത് തുറത്തായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അവരുടെ സ്റ്റേറ്റസ്, അതുപോലെ തന്നെ അവരുടെ അപ്രൈസല്, അവർ ചെയ്ത ജോലിക്ക് അവർക്കൊരു അപ്രീസിയേഷൻ കൊടുക്കുക, അവരുടെ പ്രസ്റ്റീജ്, അതായത് അവരുടെ മാനം കുറച്ചുകൂടി ഉയർത്തുന്ന രീതിയിലുള്ള ചില മോട്ടിവേഷൻസ്. അങ്ങനെ പൈസ ആയിട്ട് കൊടുക്കുന്നില്ല, അവർ വിളിച്ചിട്ടിട്ട് ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഏതെങ്കിലും ഒരു മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്ത് അവരെ ഒന്ന് ആദരിക്കുന്ന രീതിയിൽ കണ്ട നമ്മൾ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിലേക്ക് ഒരുപാട് ഹൈയിലേക്ക് അവർ വന്നു. അങ്ങനെയൊക്കെ മോട്ടിവേഷൻസ് കൊടുക്കാം. അല്ലെങ്കിൽ ആളുകൾ കുറെ പേര് കൂടിയാണ് അങ്ങനെ ചെയ്തെങ്കിൽ ആ ഗ്രൂപ്പിനെ നമുക്കൊന്ന് പ്രശംസിക്കാം അല്ലേ? അതൊക്കെ നോൺ മോണിറ്ററി ആണ്. പിന്നെ സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്, ആ വേർഡുകൾ ഓർത്തിരുന്നാൽ മതി കേട്ടോ. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിനകത്ത് വരുന്ന ആ പോയിന്റുകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഓർത്തിരുന്നാൽ മതി, പോയിന്റുകളുടെ മാത്രം. സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്, മാനേജ്മെന്റ് ഓഫൻ ഓൾസോ നീഡ്സ് ടു സാറ്റിസ്ഫൈ. അവരുടെ എന്താ പറയാ, ഓരോ എംപ്ലോയീസും അവരവരുടെ രീതിയിലുള്ള കാര്യങ്ങൾക്ക് അവർ നിർവഹിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു സ്റ്റേറ്റസ്, അതിനൊരു സിമ്പിൾ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോ എന്താ പറയാ അവരെ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോ ആ ഒരു ആളുകൾക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫർണിച്ചർ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് നല്ല കുറച്ചുകൂടി സെറ്റപ്പ് ആയിട്ടുള്ള ഒരു മുറിയിലേക്കൊക്കെ അവരെ മാറ്റുക. ബിക്കോസ് അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക. അവിടെ ഒന്നും പൈസ ആയിട്ട് കൊടുത്തിട്ടല്ലാതെ കോസ്റ്റ്ലി ഫർണിച്ചർ, ചിലപ്പോ എന്താ പറയാ അവിടെ ഇരിക്കുന്ന മുറിയില് കാർപ്പറ്റൊക്കെ ഫ്ലോറിലൊക്കെ വിരിക്കുക, അതൊക്കെ എക്സാമ്പിൾസ് ആണ്. പിന്നെ കുറച്ചുകൂടി ലുക്ക് ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വാൾസിലൊക്കെ പിക്ചേഴ്സ് ഒക്കെ വെക്കുക. പിന്നെ മാത്രമല്ല പേഴ്സണൽ ആയിട്ട് ആരെങ്കിലും അസിസ്റ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നോൺ മോണിറ്ററി എന്താ പറയാ റിവാർഡുകളാണ് ഏതിന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിനകത്ത് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ്. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിനകത്ത് അപ്രൈസൽ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്, അവരെ പുകഴ്ത്തുക, ആശംസിക്കുക അല്ലെ, പ്രശംസിക്കുകയൊക്കെയാണ്. സ്റ്റേറ്റസ് ആൻഡ് പ്രൈഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താ പറയാ കുറച്ച് കോസ്റ്റ്ലി ഫർണിച്ചറുകൾ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയുള്ള ആ ഒരു ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയിക്കോ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. ഓക്കെ, പിന്നെ കോമ്പറ്റീഷൻസ്,
ഈ പരസ്പരം ഒരു ഓർഗനൈസേഷനിൽ പരസ്പരം ഇൻഡിവിജ്വൽസ് തമ്മിൽ എന്താ പറയാ കോമ്പീറ്റ് ചെയ്യേണ്ട അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എംപ്ലോയീസിന്റെ ഇടയിൽ കോമ്പറ്റീഷൻസിന്റെ ആവശ്യമുണ്ടോ? ഞാൻ അവരെക്കാൾ അങ്ങനെ ഒരു ആവശ്യം ഇല്ല. പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലെ. എനിക്ക് എന്റേതായ രീതിയിൽ ജോലി ചെയ്യാം. ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ. സോ ടു സാറ്റിസ്ഫൈ മൈ ഈഗോ, എന്റെ തന്നെ ഈഗോ എന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഐ ക്യാൻ ഡു മൈ ലെവൽ ബെസ്റ്റ്. എനിക്ക് എന്റെ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് തോന്നും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ചെയ്യാം. അല്ലാതെ ഒരു കോമ്പറ്റീഷൻ അല്ല. ശരിക്കും പറഞ്ഞ ഇൻഡിവിജ്വൽസ് തമ്മിൽ ഓർഗനൈസേഷനിൽ അവർക്ക് കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇഫ് ഐ ഹാവ് എ ചാൻസ് ടു വിൻ, എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന രീതിയിൽ ഇങ്ങനെ ആവണം, അതെന്റെ ഈഗോനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ്. അത് നമുക്ക് കിട്ടുന്ന സാഹചര്യം അനുസരിച്ച് ചെയ്യാം എന്നുള്ളത്. അല്ലാതെ കോമ്പറ്റീഷൻസ് നമ്മുടെ എംപ്ലോയീസ് തമ്മിലില്ല. ഇവിടെ കോമ്പറ്റീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ടു വിൻ, എനിക്ക് നേട്ടം ഉണ്ടാക്കണമെന്ന്, എന്റെ ഈഗോനെ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് ഞാനൊരു ഇത്രയും ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഈഗോ ലെവലിലേക്ക് എനിക്ക് എത്തണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാം. ഓക്കെ, അങ്ങനെ കൊടുക്കുന്ന ഒരു എന്താ പറയാ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ അതും നോൺ മോണിറ്ററി ആയിട്ടുള്ള മോട്ടിവേഷന് ഉദാഹരണമാണ്. അവർക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചെയ്തോ, കുഴപ്പമില്ല. അപ്പൊ അതിനൊരു സപ്പോർട്ട്. ഓക്കെ, പിന്നെ മറ്റൊന്നാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. എന്താ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആരില്ലെങ്കിലും ഇപ്പൊ അതും ഒരു നോൺ മോണിറ്ററി ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഉദാഹരണം. ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ ഒരാൾക്ക് നിങ്ങളാണോ ഇതൊക്കെ ചെയ്യിപ്പിക്കേണ്ട അവരെ കൊണ്ട് ഒരു അതോറിറ്റി കൊടുക്കുക, എന്താ ഒരു അധികാരം കൊടുക്കുക, അവരെ കൊണ്ട് മറ്റുള്ളവരെ കൊണ്ടൊക്കെ ചെയ്യിക്കാൻ ഏതെങ്കിലും ടാസ്ക് കൊടുത്തു കഴിയുമ്പോ അവര് എന്താ പറയാ മറ്റുള്ളവരെ അത് ചെയ്യിപ്പിക്കാനുള്ള ഒരു അതോറിറ്റി ഈ പറയുന്ന ഒരാളിലേക്ക് നിക്ഷിപ്തമാക്കുക. അത് ശരിക്കും പറഞ്ഞൊരു മോട്ടിവേഷൻ അല്ലേ. മറ്റുള്ളവരുടെ കയ്യിൽ നമ്മളെ തെരഞ്ഞെടുത്തു. സോ ഐ എം ഗെറ്റിംഗ് മോട്ടിവേറ്റഡ്. എനിക്കതൊരു മോട്ടിവേഷൻ ആയി. ബിക്കോസ് അവര് നമ്മളിൽ എന്തെങ്കിലും എക്സ്ട്രാ കണ്ടന്റ് ആയിരിക്കണം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ മോട്ടിവേറ്റഡ് ആയി സ്വയം. ഓക്കെ, അപ്പൊ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയും നോൺ മോണിറ്ററി ആയിട്ടുള്ള മോട്ടിവേഷന് എക്സാമ്പിൾ ആണ്. പിന്നെന്താ അടുത്തത് പാർട്ടിസിപ്പേഷൻ ആണ്. പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഇപ്പൊ ഓർഗനൈസേഷന്റെ പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുമ്പോഴേ ആ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നമ്മളെ കൊണ്ട് ഉൾപ്പെടുത്തുക. സോ ഐ എം ഗെറ്റിംഗ് മോട്ടിവേറ്റഡ് അല്ലെ. അതെ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, അപ്പൊ എന്തൊക്കെയാണ് ചെയ്തത്, ഇപ്പൊ ടീച്ചർ കൂടി അതിന്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞ് എല്ലാത്തിനും നമ്മളെ അതിനകത്ത് മാനേജ്മെന്റ് ഉൾപ്പെടുത്തുമ്പോ സോ മറ്റുള്ളവരെ ആരും ഉൾപ്പെടുത്തിയില്ല എങ്കിൽ ആ ഉൾപ്പെടുത്തപ്പെടുന്ന വ്യക്തിക്ക് മോട്ടിവേറ്റഡ്. അങ്ങനെ ഓരോരുത്തർ അപ്പൊ അടുത്ത പ്രാവശ്യം മറ്റുള്ളവരും എന്താകും, മറ്റുള്ളവർക്കും അങ്ങനെ ഒരു ചാൻസ് വരണമെന്ന് വിചാരിച്ചാൽ അവരും അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കും. ഒബ്വിയസ്ലി അങ്ങനെയാണ് സാധാരണ ഉണ്ടാകുക. സോ അവരും അവരുടെ ആ ഒരു പൊസിഷനിലേക്ക് എത്തണം, നമുക്കും അങ്ങനെ ഒരു പൊസിഷനിൽ അടുത്ത പ്രാവശ്യം എത്തണം എന്ന് ഓരോരുത്തരും തോന്നണം. അതൊക്കെ മോട്ടിവേഷൻ ആണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മളെ കൂടി അവരതിനകത്ത് ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ കിട്ടുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കണം. ഓക്കെ, അതൊക്കെ മോട്ടിവേഷന്റെ മറ്റൊരു രീതിയാണ്. ഏത് നോൺ മോണിറ്ററി മോട്ടിവേഷന്റെ മറ്റൊരു രീതിയാണ്. പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇൻവോൾവ്മെന്റ് ഓഫ് ആൻ എംപ്ലോയി ഇൻ ഡിസിഷൻ മേക്കിംഗ്. തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ എംപ്ലോയീസിനെ ഭാഗികമായിട്ട്, ഇത് ഭൗതികമായിട്ടും മെന്റലായിട്ടും അവരെ കൂടി ഉൾപ്പെടുത്താം. അവരുടെ സഹായ സഹകരണങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താം. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. അതാണ് പാർട്ടിസിപ്പേഷൻ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? അതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മതി. നിങ്ങൾ ആ പോയിന്റുകളുടെ ഹെഡിങ്ങുകളാണ് പഠിക്കേണ്ടത്. ഓക്കെ, നോൺ മോണിറ്ററി മോട്ടിവേഷൻസിൽ വരുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് ആ വേർഡുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെന്താ, പിന്നെ ജോബ് എൻലാർജ്മെന്റ് ആണ് അത് കഴിഞ്ഞിട്ടുള്ളത്. ജോബ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മളുടെ നിലവിലുള്ള ഒരു ജോബ് ഒരാളിൽ നിന്ന് ഹൊറിസോണ്ടൽ ആയിട്ട്, അതായത് ആ എന്താ പറയാ നേരെ തന്നെ ആളുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഓർഗനൈസേഷന്റെ ലെവലിനേക്കാൾ കുറച്ചുകൂടി എന്താ പറയാ ബെറ്റർ ആക്കുന്ന രീതിയിൽ കുറച്ച് ഹയർ ഓർഡർ കോസ്റ്റ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി അധികമായിട്ടുള്ള കാര്യങ്ങൾ ആളിൽ നിക്ഷിപ്തമാക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ജോബ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ കൊടുത്ത ജോലി അങ്ങനെ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് the complication of the job with a view to appealing higher order needs of the workers. ജോലിക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ നേരത്തെയുള്ള ജോലിയിൽ നിന്ന് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലിയിലേക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരെ കൂടി ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവരെ അങ്ങനെ ചെയ്യിപ്പിക്കുള്ളൂ. അപ്പൊ എന്നെ കൊണ്ട് അത് പറ്റുമെന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് നമുക്കത് നമ്മളിലേക്ക് അത് തരുന്നത്.
അപ്പൊ അതെന്താ, അതൊരു മോട്ടിവേഷൻ ആണ്. മറ്റുള്ളവരെ കൊടുത്തില്ല, എന്തുകൊണ്ട്? They cannot do it. അവർക്ക് അങ്ങനെ ഒരു ഇതില്ല, കാരണം അവരെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അവരിൽ കൊടുക്കാല്ലേ. മറ്റൊരാളിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരെ കൊണ്ട് പറ്റും എന്നുള്ളതാണ്. ജോബ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജോലിയിലേക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക, അതൊരു പ്രോസസ്സാണ്. അതൊക്കെ ഈ പറയുന്ന നോൺ മോണിറ്ററി മോട്ടിവേഷന് ഉദാഹരണമാണ്. മറ്റൊന്ന് ജോബ് റൊട്ടേഷൻ ഉണ്ട്. ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഷിഫ്റ്റിംഗ് ഓഫ് എൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ ടു റെഡ്യൂസ് മൊണോട്ടണി ആൻഡ് ബോർഡം. എന്താ മടുപ്പ്, അല്ലെ, ബോറടി, അതൊക്കെ മാറ്റാൻ വേണ്ടി ചില എംപ്ലോയീസിനെ ഇതൊക്കെ ചെയ്ത് എപ്പോഴും ഇതൊക്കെ തന്നെ ചെയ്ത് മടുത്തു. അപ്പൊ എന്ത് ചെയ്യാ, ചില ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ ആ മടുത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മടുപ്പ് തോന്നി കഴിഞ്ഞാൽ അവർ ഉദ്ദേശിച്ച റിസൾട്ട് ബിസിനസ്സിലേക്ക് വരില്ല. അപ്പൊ അവരെന്ത് ചെയ്യാം, അത് പതുക്കെ മാറ്റി വേറെ സ്ഥലത്തേക്ക് ഇടുക. ജോബ് റൊട്ടേഷൻ ആണ്. റൊട്ടേഷൻ എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ജോലി, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി കൂടുതൽ ജോലി നിക്ഷിപ്തമാക്കുന്നതാണ് ജോബ് എൻലാർജ്മെന്റ്. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ബോറടി, മൊണോട്ടണി ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എംപ്ലോയിനെ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് മാറ്റുക. ക്ലിയർ ആയോ? രണ്ടും വ്യത്യാസം മനസ്സിലായോ? ആരുല്ലേ? പറയാൻ പറ്റിയവരാരുമില്ല? ഇവിടെ ഇത്ര നേരം വെച്ചിട്ട് ഒരു തമ്പ് പൊങ്ങിക്കൊണ്ടിരിക്കണ്ടായിരുന്നല്ലോ, അതിപ്പോ കാണാനില്ലല്ലോ. യെസ്, ഓക്കെ. അപ്പൊ ജോബ് എൻലാർജ്മെന്റ്, ജോബ് റൊട്ടേഷൻ രണ്ടും രണ്ടാണെന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. അത്രയൊക്കെ അറിഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ കൂടുതൽ ആളുകളെ നമുക്ക് ഇങ്ങനെ വേറെ വേറെ ലെവലിലേക്ക് ആളുകളെ അങ്ങനെ മാറ്റി പറ്റും. അവരുടെ സ്കില്ല്, അവരുടെ നോളജ് ഒക്കെ അതിലും വർദ്ധിക്കും. കാരണം നേരത്തെ ചെയ്തോണ്ടിരുന്ന ജോലി ചെയ്ത് മടുപ്പ് വരുമ്പോ നമ്മുടെ ഉദ്ദേശ രീതിയിലോ ഇത് എല്ലാം സുഖം തന്നെയാണല്ലോ, കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കാം, അല്ലെ? പക്ഷെ ആ ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് ആളെ മാറ്റി കഴിഞ്ഞപ്പോ കുറച്ചും കൂടി എന്താ പറയാ, ഒരു എന്തൂസിയാസം, അല്ലെ, കുറച്ചുകൂടി സന്തോഷം. കാരണം ഇത് വേറെ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു പുതുമയുണ്ട്, അല്ലെ, ഒരു മൊഡാലിറ്റി, ഒരു പുതുമ തോന്നും. അപ്പൊ നമുക്കത് ചെയ്യാൻ, അപ്പൊ അത് ചെയ്യുമ്പോൾ വി വിൽ ബിക്കം സ്കിൽഡ് ആൻഡ് നോളജ്, അല്ലെ? നമുക്ക് അവിടെ കുറച്ചുകൂടി വേറൊരു മേഖലയിൽ കൂടി കുറച്ച് നമുക്ക് ഒരു സ്കില്ല് വർദ്ധിപ്പിക്കാൻ, നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ജോബ് എൻറിച്ച്മെന്റ് ആണ്. ഇംപ്രൂവിംഗ് ദ വർക്കർ ഈസ് ലൈക്ലി, അതായത് കൂടുതൽ ഇഷ്ടമുള്ള ജോലിയിലേക്ക് ചില ആൾക്കാരെ മാറ്റുക. അതായത് ഒരു വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആണ്. അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അധികാരമൊക്കെ വർദ്ധിപ്പിക്കുക. അപ്പൊ മാത്രമല്ല, ഇത് എന്താ പറയാ, കുറച്ചുകൂടി ഗ്രേറ്റർ റെക്കഗ്നീഷൻ, അഡ്വാൻസ്മെന്റ്, അതുപോലെ ഗ്രോത്ത്, റെസ്പോൺസിബിലിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടി നിലവിലുള്ള ജോലിയിൽ എന്താ പറയാ, ഒരു വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആണ്. നേരത്തെ പറഞ്ഞത് എന്താ, ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഹൊറിസോണ്ടൽ. അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് നീക്കി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കുറച്ച് അതേ സെയിം ലെവലിലല്ലേ, പക്ഷെ കുറച്ച് മാറ്റി കൊടുക്കുന്നു എന്ന് മാത്രം, കുറച്ചുകൂടി കൂടുതൽ കൊടുക്കുന്നു എന്ന് മാത്രം. മറ്റേത് അങ്ങനെയല്ല, ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇങ്ങനെ കുറച്ച് ഹയർ ലെവലിലേക്കാണ് പോകുന്നത്. വെർട്ടിക്കലാണ്, ഇങ്ങനെ കുത്തനെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആളുടെ റെസ്പോൺസിബിലിറ്റിയും റെക്കഗ്നീഷൻ, അഡ്വാൻസ്മെന്റ്, ഗ്രോത്ത് ഒക്കെ അതനുസരിച്ച് മാറും എന്നുള്ളതാണ് കൂടുതൽ. ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ, ഈ ജോബ് എൻറിച്ച്മെന്റിൽ വരുന്ന മറ്റൊരു നേട്ടം എന്താണെന്ന് പറയുമ്പോൾ, ഈവൻ ദ എംപ്ലോയി ക്യാൻ ബിക്കം എ മാനേജർ. അവിടെയാണ് പ്രശ്നം. അതായത് ഇങ്ങനെ ജോബ് എൻറിച്ച്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു മോട്ടിവേഷനിലൂടെ വന്നു കഴിഞ്ഞാൽ ഇല്ലേ, അങ്ങനെ കിട്ടുന്ന എംപ്ലോയീസ് അങ്ങനെ വളർന്ന് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ പൊങ്ങി എവിടെ വരെ എത്തും, ഒരു എംപ്ലോയി ആയിരുന്ന ആള് മാനേജർ ലെവലിലേക്ക് വരെ എത്താനുള്ള ചാൻസ് ഉണ്ട്. ഏതില്? ജോബ് എൻറിച്ച്മെന്റില്. ആ സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. The goal of job enrichment is not just to make the work more varied, but to turn the every employee into a manager. ഓരോ എംപ്ലോയീസിനെയും മാനേജർ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ജോബ് എൻറിച്ച് കൊണ്ട് സാധിക്കും. ജോബ് എൻറിച്ച്മെന്റ് കൊണ്ട് സാധിക്കും. വേറെ ജോലി കൊടുക്കുക എന്നതല്ല, ഇതിനേക്കാൾ ഉപരി എംപ്ലോയിനെ മാനേജർ ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ജോബ് എൻറിച്ച്മെന്റ് അടയാളപ്പെടുത്തിയോ, അണ്ടർലൈൻ ചെയ്തോ? ആ പറഞ്ഞ സെന്റൻസ് പറയുന്നത് അണ്ടർലൈൻ ചെയ്യണേ. ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് വായിച്ചു നോക്കിയാൽ മതി, കാരണം ഇത് കുറച്ചധികം ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താ, റീഇൻഫോഴ്സ്മെന്റ്. അത് മറ്റൊരു പവർഫുൾ ടൂളാണ് കേട്ടാ. മോട്ടിവേഷന്റെ മറ്റൊരു ശക്തമായ ഒരു ടൂളാണ് റീഇൻഫോഴ്സ്മെന്റ്. ഈ റീഇൻഫോഴ്സ്മെന്റ് പ്രധാനമായിട്ടും 2 പ്രിൻസിപ്പിൾസിലാണ് ഉപയോഗിക്കുന്നത്. 2 പ്രിൻസിപ്പിൾസ് ഉള്ളു. മൂന്നാമത്തേത് അതിന്റെ ഒരു എന്താ പറയുക, സമ്മറിയാണ്. ഓക്കെ, ABC എന്ന് പറഞ്ഞിട്ടുണ്ട്. AB ആണ്. 2 ഇതിലാണ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. പവർഫുൾ ടൂൾ ഓഫ് മോട്ടിവേഷൻ. ഒരൊറ്റ
ഓക്കെ, അപ്പൊ മോട്ടിവേഷൻ മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. എന്താണെന്ന് അറിയാമോ? ഇവിടെ ഇങ്ങനെ മോട്ടിവേഷൻസ് കൊടുക്കും ആളുകൾക്ക്. അപ്പൊ ഈ മോട്ടിവേഷൻസ് വിച്ച് സീംസ് ടു ബി ലീഡിങ് ടു ദ പോസിറ്റീവ്, ആ മോട്ടിവേഷൻ കൊടുക്കുന്നില്ല, അത് പോസിറ്റീവ് ലെവലിലേക്ക് മാറുന്നുണ്ട് എങ്കിൽ അവർക്ക് റിവാർഡുകൾ കൊടുക്കുക, ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഒന്നാമത്തെ എന്താ പറയാ റീഇൻഫോഴ്സ്മെന്റിന്റെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായില്ല? ഒന്നുകൂടി പറയാം. അതായത് ഒന്നുകൂടി പറയാം. ഈ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീ പറഞ്ഞ എന്താ, ഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഫോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവരെ തള്ളിക്കൊണ്ടിരിക്കുക, ഉണ്ടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ. ഇവരെ കൈ കൊണ്ട് ഭാഗികമായി തള്ളുന്ന കാര്യമല്ല. അതായത് നമ്മൾ അവരിൽ നിന്ന് ഉദ്ദേശിക്കുന്ന സാധനം ഇവർക്ക് പുറത്തേക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക, പല രീതിയിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് പ്രധാനമായിട്ട് രണ്ട് എന്താ പറയാ തത്വങ്ങളിലാണ് റീഇൻഫോഴ്സ്മെന്റ് നടക്കുന്നതെന്നാണ്. ഇപ്പൊ ഞാൻ ഒരു എംപ്ലോയി ആണ് ഇവിടുത്തെ. ഓക്കെ, അപ്പൊ എനിക്ക് കഴിവുണ്ട്, എന്നിൽ നിന്നും അവരുദ്ദേശിക്കുന്ന പ്രൊഡക്ടിവിറ്റി കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരെന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ നമ്മളെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻഫോഴ്സ്മെന്റ് ഞാൻ റിസീവ് ചെയ്യും, എനിക്കത് കിട്ടുമ്പോ ഐ ഷുഡ് റീച്ച് ദ പോസിറ്റീവ് ലെവൽ. അതനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണം, വളരണം. അവർ ഈ തരുന്ന സാധനത്തിന് എനിക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് കൊടുക്കണ്ടേ? അവർ ഇങ്ങോട്ടേക്ക് എനിക്ക് ഇൻപുട്ട് തന്നുകൊണ്ടിരിക്കുന്നു. സോ ഐ ഹാവ് ടു പ്രൊവൈഡ് സം ഔട്ട്പുട്ട്. ഞാൻ അതിനെങ്കിലും എക്സ്ട്രാ ഔട്ട്പുട്ട് കൊടുക്കണം. വേണമല്ലോ. അപ്പോ ഞാനത് എക്സ്ട്രാ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ടെൻഡൻസിയാണ്. എന്ന് വെച്ചാൽ അവർ വിജയിച്ചു, അവരുദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എന്നെ എത്തിക്കാനായിട്ട് അവർക്ക് പറ്റി. സോ ഒരു പോസിറ്റീവ് സൈൻ അവിടെ തട്ടും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, റിവാർഡുകൾ തരിക, അതോടൊപ്പം തന്നെ എന്നെ ആ പ്രോസസ്സ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ഇത് അവര് പറഞ്ഞു പോകുന്നത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് അടിച്ചെത്തി, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടി നമുക്കൊന്ന് എന്താ പറയാ പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ ഇനി നമുക്ക് ഇതിൽ നിന്ന് കൂടുതൽ റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ച് ദാറ്റ് പ്രോസസ് ക്യാൻ ബി കണ്ടിന്യൂഡ്. അത് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അതൊരു തത്വം. ആൻഡ് സെക്കൻഡ് തത്വം എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ നമ്മൾ ഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ ദ കോൺസിക്വൻസ് ഇഫ് ഇറ്റ് ഈസ് ലീഡിങ് ടു നെഗറ്റീവ്, യാതൊരു ഫലമില്ല, നെഗറ്റീവിലേക്ക് കൊണ്ടുപോകും. ഇതൊക്കെ പറഞ്ഞിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ദർ ഈസ് നോ എനി എക്സ്ട്രാ ബെനിഫിറ്റ്. അതിൽ നിന്ന് ടീച്ചർക്ക് ഒരു കാര്യം നമുക്ക് എക്സ്ട്രാ കിട്ടുന്നില്ല. ചിലപ്പോൾ നമ്മൾ വെറുതെ ചെയ്ത കാര്യങ്ങളെല്ലാം എന്താ പറയാ വെറുതെ ആയിപ്പോയി, അല്ലെങ്കിൽ നെഗറ്റീവ് ആയി പോയി. സോ ആ പ്രോസസ് ആകുമ്പോൾ ഡ്രോപ്പ് ചെയ്യാം. മനസ്സിലായ? അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആ പ്രോസസ്സ്. കാരണം എന്താ, അവരുദ്ദേശിച്ചത് എത്ര കണ്ട് ശ്രമിച്ചിട്ട് വരെ കൊണ്ട് എന്നിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് എന്റെ ഔട്ട്പുട്ട് ഒട്ടും തന്നെ ഒരു പെർസെന്റേജ് പോലും ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിൽ വി ഷുഡ് ഡ്രോപ്പ് ദാറ്റ് ഐഡിയ. അതിന് ആവശ്യമില്ല, വേണ്ട, ഡ്രോപ്പ് ചെയ്യണം. കാരണം ഇവിടുന്ന് എനിക്ക് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ളതായിരിക്കാം, നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള രീതിയിൽ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അത് ഇവരെ സംബന്ധിക്കുമ്പോൾ നഷ്ടമല്ലേ? വെറുതെ ഇതിങ്ങനെ കൊടുത്തോണ്ടിരുന്നിട്ട് ഒരു റിസൾട്ടും ഇല്ല, നെഗറ്റീവ് റിസൾട്ട് ആവട്ടെ. സോ എന്ത് ചെയ്യണം, വേണ്ട, അത് വിട്ടേക്ക്. അതിനെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. കണ്ടല്ലോ, അപ്പൊ ആ രണ്ട് തത്വങ്ങളാണ്. പോസിറ്റീവ് ആണെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് പ്രോസസ് can be continued, റിപ്പീറ്റ് ചെയ്യാം. നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് നെഗറ്റീവ് ആണെങ്കിൽ the process should be stopped or not to be repeated. ഇപ്പൊ ക്ലിയർ ആയ? അപ്പൊ അങ്ങനെയാണെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് ഷുഡ് ബി ഡൺ ഓൺ എ സ്പെസിഫൈഡ് ഓർ സ്കെഡ്യൂൾഡ്. പ്രത്യേകിച്ച് അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള സ്കെഡ്യൂൾ ചെയ്ത പോലത്തെ റിവാർഡുകളൊക്കെ ഓഫർ ചെയ്തിട്ടാണ് ഈ റീഇൻഫോഴ്സ്മെന്റ് നടത്തേണ്ടത് എന്നാണ് ആ മൂന്നാമത്തെ പോയിന്റ്. വിട്ടേക്കത് പോയിന്റ് വേണ്ട നമുക്ക്. എയും ബിയും പോയിന്റ്, റീഇൻഫോഴ്സ്മെന്റിന്റെ ആ പോയിന്റ്, ആ രണ്ട് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? എന്താണ് റീഇൻഫോഴ്സ്മെന്റ് എന്നും a powerful motivation tool is reinforcement. അത് based on two principles. ആ reinforcementന്റെ ആ two principles ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ തിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അത്ര മതി. ബാക്കിയൊക്കെ ആവശ്യമില്ലാത്ത കാര്യം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്വാളിറ്റി ഓഫ് വർക്ക് ആണ്. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ഇനി നമുക്കറിയാം ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിഫറെന്റ് ആണ്, സെയിം ആയിരുന്നില്ല അല്ലെ? ഓരോരുത്തർക്കും കാരണം പേഴ്സണാലിറ്റി ആളുകളുടെ ഡിഫറെന്റ് ആണ്. ഓരോരുത്തരും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി ഡിഫറെന്റ് ആണ്. ഓരോരുത്തരും ഏത് രീതിയിൽ അവരുടെ കാര്യങ്ങൾ പുറത്തേക്ക് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ ഡിഫറെന്റ് ആണ്. സോ that means there will be a difference in everything. ഒരു വർക്ക് പ്ലേസിൽ എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തതകൾ
ഉണ്ടായിരിക്കാം. ദാറ്റ് മീൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ആളുകളിൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ടാസ്കുകൾ കൊടുത്ത് ക്രിയേറ്റീവ് ടാസ്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഒരു പുതിയ ആൾക്കാരെ, ഈ യങ് എൻട്രൻസുകളൊക്കെ ഇല്ലേ, പുതിയ ആൾക്കാരെയൊക്കെ നമ്മളിപ്പോ എന്തെങ്കിലും പ്ലേസ്മെന്റ് ഒക്കെ കൊടുത്തിട്ടൊക്കെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവർക്ക് കൂടുതൽ ക്രിയേറ്റീവ് ടാസ്കുകൾ പ്രൊവൈഡ് ചെയ്തും അവർക്ക് നല്ല സക്സസ്ഫുൾ കരിയറൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഓരോരുത്തരുടെയും ക്വാളിറ്റി ഓഫ് വർക്ക് എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻസും നമുക്ക് ഓർഗനൈസേഷനിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ പ്രൊവൈഡ് ചെയ്ത് സക്സസ്ഫുൾ കരിയർ ക്യാൻ ബി ബ്രോട്ട് ഇൻ ടു യങ് എൻട്രൻസ് ടു ദ ഓർഗനൈസേഷൻ. പുതിയ ആൾക്കാർ ഓർഗനൈസേഷനിൽ ജോലിക്ക് വരുമ്പോൾ അവർക്ക് കൂടുതൽ കാരണം അവരുടെ കയ്യിൽ കുറെ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ടായിരിക്കും. ചെറുപ്പക്കാരല്ലേ, പുത്തനല്ലേ അല്ലെ, അപ്പൊ ദേ ഹാവ് മെനി ഐഡിയാസ്. അവർക്ക് ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഇതൊക്കെ പഴഞ്ചൻ ബിസിനസ് രീതിയാണ്. കാരണം ഇന്ന് ബിസിനസ് സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ കോളേജുകളിലും മറ്റുമൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ദേ ഹാവ് ദെയർ ഓൺ ഐഡിയാസ്. അപ്പൊ അവര് പുതിയ ഐഡിയാസുമായിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ആ ഐഡിയോടൊപ്പം പ്ലസ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ക്രിയേറ്റീവ് ടാസ്കുകളും, അപ്പൊ ഈ ഐഡിയ പ്ലസ് ഈ ടാസ്ക് വരുമ്പോ എന്തായാലും ഒരു നല്ല ഒരു എൻവയോൺമെന്റ് ഓർഗനൈസേഷനിൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു നോൺ മോണിറ്ററി ആയിട്ടുള്ള മോട്ടിവേഷൻ ആണ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്. ഇവിടെ എന്താണെന്നറിയോ, എംപ്ലോയീസ് ഓർ ദ എൻട്രൻസ് പുതിയ ആൾക്കാരൊക്കെ ഇതിനകത്ത് കൊണ്ടുവരുമ്പോൾ അവർക്ക് they have their own opportunity to take the available time for providing their work. അതായത് ഇവർക്ക് കൊടുക്കുന്ന ജോലിക്ക് ഇവർക്ക് തന്നെ സൗകര്യപ്രദമായ രീതിയിലുള്ള ടൈം ചൂസ് ചെയ്യാം, സെലക്ട് ചെയ്യാം. അതിനൊരു ഓപ്പർച്യൂണിറ്റി ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സിസ്റ്റത്തില്. ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ്. എന്താ ഫ്ലെക്സിബിൾ എന്താ, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത്ര മണിക്കൂറുകൾ ഞങ്ങൾ ജോലി ചെയ്തോളാം, അങ്ങനെ. അപ്പൊ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാണ്. അതൊരു നോൺ മോട്ടിവേഷൻ ഒക്കെ കേട്ടാ. ഇപ്പൊ ഒരുപാട് ഓൺലൈൻ എന്താ പറയാ ജോലികളൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് ആളുകൾ പറയുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് എവിടെയും പോകണ്ട, നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയം നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള സമയം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നിങ്ങൾ ജോലിക്കാരി ആയിക്കോട്ടെ, വീട്ടമ്മയായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഓഫേഴ്സ് കാണാറില്ലേ, കാണാറുണ്ടോ നിങ്ങള്? എന്തുമാത്രമാണ് ആഡുകൾ വരുന്നത്, പരസ്യങ്ങൾ വരുന്നത്, ഒത്തിരി വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളുടെ ഇഷ്ടത്തിലുള്ള വർക്കിംഗ് അവേഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാണ്. ദാറ്റ് മീൻസ് ഒരുപാട് കഴിവുള്ള ആളുകൾ വീടുകളുടെ അകത്തളങ്ങളിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഓരോരുത്തർക്ക് ഒത്തിരി ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ജോലിയൊന്നും ഇല്ലാതെ നമ്മൾ എന്തിനെന്തെങ്കിലും പഠിച്ചത്, നമുക്ക് കിട്ടുന്ന അവസരത്തിൽ ഇതൊക്കെ എവിടെയെങ്കിലും ഉപയോഗിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ജോലി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ യാതൊരു താല്പര്യമില്ല, നിർബന്ധമില്ല. നമുക്ക് നമ്മൾ പഠിച്ച കുറെ ഏതൊക്കെയോ കാര്യങ്ങളൊക്കെ നമ്മൾ അറിവുകൾ നേടിവെച്ചിട്ടുണ്ട്. ആഫ്റ്റർ ഓൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എവിടെയെങ്കിലും ജോലി കിട്ടുമ്പോൾ അവിടെ നിന്ന് പഠിക്കാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്താവണം, സന്നദ്ധരാകണം. എന്ത് കാര്യമാണെങ്കിലും അത് മനസ്സിലാക്കി എടുത്ത് എന്നെ കൊണ്ട് പറ്റുന്നത്. നമ്മളുടെയൊക്കെ ഇഷ്ടംപോലെ ഐഡിയ ഉള്ളിലുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് കൊണ്ടുവരണം. പക്ഷെ അതിന് കിട്ടണമെങ്കിൽ എന്ത് തന്നെ നമ്മൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നേടിപ്പോണം. അങ്ങനെയാകണം, എന്നാലും മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ആളുകൾക്ക് അവര് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിൾ ടൈം അവർക്ക് ചൂസ് ചെയ്യുന്നത്. പറഞ്ഞില്ല, സിസ്റ്റം എംപ്ലോയീസ് ആർ ഫ്രീ ടു ചൂസ് വിത്തിൻ certain limitations at what time they can begin the job and also at what time they can quit the job. എത്ര ബിസിനസ് ജോലി തുടങ്ങാവുന്നു, എത്ര ജോലിയിൽ ക്വിറ്റ് ചെയ്യാം ഓരോ ദിവസം എന്ന് സ്വന്തമായിട്ട് എംപ്ലോയീസിന് തീരുമാനമെടുക്കാനുള്ള ഒരു ഫ്രീഡം അങ്ങോട്ട് കൊടുത്തേക്കാണ് ഏതില്, ഈ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സില്. അപ്പൊ അതുകൊണ്ട് ആളുകൾക്ക് ജോലി ചെയ്യാം, ഇഷ്ടത്തിന് ജോലി ചെയ്യാം, ഇഷ്ടമുള്ള സമയത്ത് ഞാൻ സാറേ അല്ലെങ്കിൽ ഇത്ര മണിക്ക് എനിക്ക് വരാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തരാണെങ്കിൽ ഐ വിൽ ഡു ഇറ്റ്, എനിക്ക് വരാം, ഞാൻ ചെയ്യാം എന്നൊക്കെ കണ്ടോ. അപ്പൊ അവർക്ക് ചൂസ് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. അപ്പൊ ഇതൊക്കെ ഒരു നോൺ മോണിറ്ററി മോട്ടിവേഷണൽ രീതിയാണ്. അപ്പൊ ഫിനാൻഷ്യലും ഉണ്ട്, നോൺ ഫിനാൻഷ്യലും ഉണ്ട്. നോൺ ഫിനാൻഷ്യലിൽ വന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് ഇത്. ഫിനാൻഷ്യലില് പ്രോഫിറ്റ് ഷെയറിങ്, സാലറി, ബോണസ്, വേജസ്, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, ലീവ് പേ, അതൊക്കെയേ വരുന്നുള്ളൂ. എന്നാൽ നോൺ മോട്ടിവേഷനിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. ഓക്കെ, ആ പോയിന്റുകളുടെ ഹെഡിങ്ങുകളൊന്ന് മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കാം, പഠിക്കണം എന്നാണ്. അതുകൊണ്ട് ആ പോയിന്റുകളുടെ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. റീഎൻഫോഴ്സ്മെന്റ് ഞാൻ ആ പ്രിൻസിപ്പിൾസ് രണ്ട് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. ക്ലിയർ ആയോ? കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത് എനിക്ക് പൊക്കോട്ടെ. ഒരൊറ്റ പേജ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വികാട്ട ചാപ്റ്റർ അങ്ങോട്ട് തീർന്നിട്ടു. എടുക്കാലോ എനിക്ക്. അടുത്തത് നമുക്ക് വീണ്ടും അതുപോലെ ഒരു വലിയ ചാപ്റ്റർ കൂടി 10-20 പേജുള്ള ഒരു ചാപ്റ്റർ കൂടി നമ്മളെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, നിൽക്കുന്നുണ്ട്. ആകെയാണെങ്കിൽ ആഴ്ചയിൽ ഒരൊറ്റ ക്ലാസ് എനിക്കുള്ളൂ.
ഈ രണ്ട് കാര്യങ്ങളുണ്ട്. വലിയ ചാപ്റ്ററാണ്, ഒരു ആഴ്ചയില് ഒരു ക്ലാസ് ഉള്ളൂ. ഇത് രണ്ടും കാരണം തീരുമ്പോ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ്. അടുത്തത് എംപ്ലോയി മൊറയിലാണ്. മൊറയിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻതൂസിയാസം അല്ലെ. ഇനിയൊരു സിമ്പിൾ ചാപ്റ്റർ ആണ്. സിമ്പിൾ ചാപ്റ്റർ എടുത്താൽ മതി എന്നാണോ പറയുന്നത്? എനിക്ക് ഞാൻ ഒരു ചാപ്റ്റർ ഉള്ളൂ. അത് സിമ്പിൾ ആണോ എന്താ പറയാ ഹാർഡാണോ നിങ്ങൾ നോക്കിട്ടോ. സിമ്പിൾ ആണ്ടാ, വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ് എന്റെ കയ്യിൽ. എപ്പോഴെപ്പോഴും ഞാൻ ഇങ്ങനത്തെ വലിയ പോലത്തെ ചാപ്റ്റർ കൊണ്ട് വന്നിരുന്ന് ആകെ ഒരു ചാപ്റ്റർ ഉണ്ട്. അത് ഭയങ്കര വലുതായിരിക്കും, ചിലതൊക്കെ ഒരു ധരിക്കാത്ത പോലെ ആയിരിക്കും. പക്ഷെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ അവസാനത്തെ ഭാഗം ഒക്കെ നല്ലതല്ലേ അല്ലേ? എന്റെ സമാധാനമാണെങ്കിൽ നിങ്ങൾ അതേത് പറ അല്ലേ? അതെ, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആണ്. ആ ഇന്റർവ്യൂ സെലക്ഷൻ അതൊക്കെ തുടങ്ങി ഇങ്ങോട്ട്, റിക്രൂട്ട്മെന്റ് ഒക്കെ തുടങ്ങി ഇങ്ങോട്ട് സിമ്പിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. എന്നോട് സംസാരിക്കോ? വെരി ഗുഡ്. അപ്പൊ ഞാൻ സംസാരിക്കാനുള്ള സമയം ഞാൻ കളയല്ല, ഇത് പറഞ്ഞു തീർക്കാൻ അല്ലെങ്കിൽ എന്റെ സമയം പോകും. അപ്പൊ ഇനി എന്താ മൊറയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിംഗ് ഇൻതൂസിയാസം, അതായത് വളരെ എന്താ പറയാ സന്തോഷമായിട്ട്, വളരെ ആൻസൈറ്റി ആകാംക്ഷയോടെ, വളരെ കോൺഫിഡൻസോടെ, ഇതൊക്കെയാണ് എന്താ പറയാ അങ്ങനെയുള്ള ഫീലിങ്സ്. അതിനെയാണ് നമ്മൾ മൊറയിൽ എന്ന് വിളിക്കുക. അത് ഇൻഡിവിജ്വൽസിനും അതുപോലെ ഗ്രൂപ്പായിട്ടൊക്കെ ജോലി ചെയ്യുമ്പോഴൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കണം അല്ലെ. മൊറയിൽ എന്ന് പറയുന്നത് അതിന്റെ മീനിങ് എന്താണെന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. മൊറയിൽ മീൻസ് ഫീലിംഗ് ഓഫ് enthusiasm, zeal, confidence in individuals or group. zeal എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷമാണ് കേട്ടോ. ഗ്രേറ്റ് enthusiasm എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് വേർഡ് ആണ് zeal എന്ന് പറയുന്നത്. They will be able to handle the task. അതായത് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും വളരെ സന്തോഷത്തോടെ നമുക്ക് തന്നിരിക്കുന്ന ടാസ്കുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ മൊറയിൽ ഇറ്റ് ഈസ് അതെവിടുന്ന വരട്ടെ, മൊറയിൽ എന്ന് പറയുന്ന സാധനം എവിടുന്ന വരുന്നത്? ഇറ്റ്സ് എ മെന്റൽ കണ്ടീഷൻ. നമ്മുടെ മാനസികമായ ഒരു അവസ്ഥയാണ് മൊറയിൽ എന്ന് പറയുന്നത്. സോ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഓർ ആൻ എംപ്ലോയി ഇൻ ആൻ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് ഗുഡ് മൊറൈൽ. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വർക്ക് പ്ലേസിൽ, ഒരു ഓർഗനൈസേഷനിൽ ജോലിക്ക് വരുന്ന ഓരോ എംപ്ലോയീസും ഒരു ഗുഡ് മൊറൈലുമായിട്ടാണ് അവിടെ വരേണ്ടത്. ദാറ്റ് മീൻസ് ഫീലിംഗ് enthusiastic അല്ലെ, വളരെ സന്തോഷത്തോടെ, വളരെ ആകാംക്ഷയോടെ, വളരെ കോൺഫിഡൻസോടെ അല്ലെ, സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കണം ഓരോ ഇൻഡിവിജ്വലും അവരുടെ വർക്ക് പ്ലേസിലേക്ക് വരിക. അങ്ങനെ വരുമ്പോഴാണ് ഇറ്റ് ഡിറ്റർമിൻസ് ദ കോർഡിനേഷൻ അല്ലെ, കോർപ്പറേഷൻ, സഹകരണവും ഒക്കെ ഉണ്ടാവുന്നത് എല്ലാവരും തമ്മിൽ. ഭയങ്കര ദേഷ്യവും എന്താ പറയാ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൊക്കെ നമ്മൾ ഒരു ഓർഗനൈസേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാനും മറ്റുമൊക്കെ വളരെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അങ്ങനത്തെ മാനസികാവസ്ഥയാണെങ്കിൽ. അപ്പൊ ഓരോ ദിവസവും നമ്മളൊരു നല്ല രീതിയിലുള്ള മാനസികാവസ്ഥയിലായിരിക്കണം ഒരു ഓർഗനൈസേഷനിൽ. ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസിൽ. കാരണം അവിടെ വരുന്നവര് പേഷ്യൻസ് ആണ്, രോഗികളാണ്. രോഗികൾ വരുന്ന അവസ്ഥ നമുക്കറിയാം. അവർക്ക് ശാരീരികമായും മാനസികമായിട്ടും ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ചു വരുന്നവരാണ്. അപ്പൊ നമ്മളുടെ മെന്റൽ റിയാക്ഷൻസ് അവർക്കെതിരെ എടുക്കാൻ പാടുള്ള സ്ഥലമാണോ? തീർച്ചയായിട്ടും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിലുള്ള ആളുകളായിരിക്കണം അവിടെ ചെല്ലേണ്ടത്. ഗുഡ് മൊറൈൽ ഈസ് എവിഡൻസ്ഡ് ബൈ എന്ന് വെച്ചാൽ ഗുഡ് മൊറൈൽ, നല്ല ഒരു മൊറൈൽ ഉണ്ടാകുന്നതിന്റെ തെളിവാണ് എംപ്ലോയി enthusiasm, വോളണ്ടറി കൺഫോർമൻസ് എന്ന് വെച്ചാൽ വോളണ്ടറി ആയിട്ടുള്ള പെർഫോമൻസ് വിത്ത് റെഗുലേഷൻസ്. അവിടെയുള്ള ഒരു ഓർഗനൈസേഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഓർഡേഴ്സ് ഒക്കെ പാലിച്ചുകൊണ്ട് എന്ത് കാര്യം ചെയ്യാനും മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാനും അല്ലെങ്കിൽ മാത്രമല്ല ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനൊക്കെ എല്ലാവരും താല്പര്യം കാണിക്കും. എങ്ങനെയുണ്ടെങ്കിൽ ഒരു ഗുഡ് മൊറൈലുള്ള എംപ്ലോയി ആണെങ്കിൽ. ഓക്കെ, അപ്പൊ അതായിരിക്കണം എന്നാണ് പറയാ. ഇനി എംപ്ലോയി ഗ്രീവിയൻസ് ആണ് അടുത്തത്. എംപ്ലോയി ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റുകളാണ്. ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള പരാതികളെയാണ്. അപ്പൊ ഒരു ഒന്നോ അതിലധികമോ വർക്കേഴ്സിനെ അഫക്ട് ചെയ്യുന്ന കംപ്ലൈന്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രീവിയൻസ്. എ കംപ്ലൈന്റ് ദാറ്റ് അഫക്ട്സ് വൺ ഓർ മോർ വർക്കേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഗ്രീവിയൻസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഗ്രീവിയൻസ് എന്താണ്? ഒന്നോ അതിലധികമോ ജോലിക്കാരെ അഫക്ട് ചെയ്യുന്ന പരാതികളെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് വിളിക്കുക. ഒരാൾക്ക് മാത്രമല്ല, എനിക്ക് മാത്രം, ഇപ്പൊ ഓർഗനൈസേഷനെ കുറിച്ച് എനിക്ക് മാത്രം പരാതി, അത് ഗ്രീവിയൻസ് ആവില്ല. എന്നെ പോലെ തന്നെ അതേ പരാതി ആർക്കെങ്കിലും വേറെ ആൾക്ക് കൂടെ നമുക്ക് കോമൺ ഉണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് എ ഗ്രീവിയൻസ്. അതൊരു ഗ്രീവിയൻസ് ആണ്. ഈ കംപ്ലൈന്റുകള് നമ്മളുടെ എന്തായിരിക്കും ഇങ്ങനത്തെയുള്ള കംപ്ലൈന്റ് ഉണ്ടാകുക? ബിക്കോസ് ഓഫ് ഡിസ്കണ്ടന്റ്, നമുക്കുള്ള ഉണ്ടാകുന്ന താല്പര്യമില്ലായ്മ. നമ്മളുടെ പല എന്തെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച ഓർഗനൈസേഷനിലെ ചില കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എന്താ പറയാ താല്പര്യമില്ലായ്മ, ചിലപ്പോൾ നമ്മുടെ ജോലിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അതൊക്കെ ആരുടെ അടുത്തേക്ക് കൊണ്ടുവരണം? നമുക്ക് ആ ജോലിയെ സംബന്ധിക്കുന്ന നമ്മളുടെ ഏതെങ്കിലും ഡിസ്കണ്ടന്റ് ഇറ്റ് ഷുഡ് ബി ബ്രോട്ട് ഇൻ ടു നോട്ടീസ്
ടു ദ മാനേജ്മെന്റ്. ഇത് എന്റെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാനേജ്മെന്റിലേക്ക് അറിയിക്കണം, അല്ലെ? മാനേജ്മെന്റിന്റെ അടുത്തേക്ക് എത്തിക്കണം. അപ്പോഴാണ് അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലാതെ എനിക്ക് ഇതിനെ കുറിച്ച് പരാതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ തന്നെ കൊണ്ടുവച്ചാൽ പരാതി തീരില്ല. അത് അവിടെ തന്നെ കിടക്കുള്ളൂ. അപ്പൊ നമുക്ക് ഒന്നും അതിലധികം ആളുകൾക്ക് ഏതെങ്കിലും വർക്ക് കണ്ടീഷൻസിനെ കുറിച്ചിട്ട് if I have any complaint, it should be brought into the notice of management. അത് മാനേജ്മെന്റിന്റെ നോട്ടീസിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇങ്ങനെ ആ മാനേജ്മെന്റ് നോട്ടീസിലേക്ക് കൊണ്ടുവരാൻ വെറുതെ ഇങ്ങനെ ഓരോരുത്തര് ഒറ്റയായിട്ട് എന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടോന്ന് പറയില്ലല്ല. അത് ഇറ്റ്സ് എ റിട്ടേൺ കംപ്ലൈന്റ്. അത് എന്ത് ചെയ്യണം? നമ്മളൊരു റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് ഫയൽ ചെയ്യണം. ആര്? എംപ്ലോയീസ് എല്ലാം ചേർന്ന്. അത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ള അവകാശപ്പെടലാണ്. എന്തെങ്കിലും അൺഫെയർ ട്രീറ്റ്മെന്റ് ആയിരിക്കാം, ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഇങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്, ഇതൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതൊരു റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അതെന്തായാലും അതൊരു ഗ്രീവിയൻസ് ആയി മാറി. അപ്പൊ ഗ്രീവിയൻസ് ഈസ് എ റിട്ടേൺ കംപ്ലൈന്റ്. അത് വെറുതെ ഓറലി പറയുന്നതല്ലാന്ന്. റിട്ടേൺ കംപ്ലൈന്റ് ആയിരിക്കണം. ആര് ഫയൽ ചെയ്യുന്നത്? എംപ്ലോയി ഫയൽ ചെയ്യുന്നത്. ആർക്ക് ഫയൽ ചെയ്യുന്നത്? മാനേജ്മെന്റിലേക്ക്. എന്തിനു ഫയൽ ചെയ്യുന്നത്? ഫോർ ക്ലെയിമിംഗ് അഗെയിൻസ്റ്റ് അൺഫെയർ ട്രീറ്റ്മെന്റ്. അതായത് നമുക്ക് നല്ലതല്ലാത്ത രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ ഓർഗനൈസേഷനിൽ കിട്ടുന്നു എന്നുള്ള പരാതികൾ എംപ്ലോയീസ് എഴുതി തയ്യാറാക്കി അത് മാനേജ്മെന്റിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഗ്രീവിയൻസ് എന്ന് വിളിക്കും. മൂന്നാമത്തെ സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഒന്നാമത്തെയും മൂന്നാമത്തെയും എംപ്ലോയി ഗ്രീവിയൻസിന്റെ 1ഉം 3ഉം പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്യാം. മനസ്സിലായോ? എന്താണ് മനസ്സിലായോ ഗ്രീവിയൻസ്? മനസ്സിലായ? പറയേ. എവിടെ പറയാൻ അത് കേൾക്കണമെങ്കിൽ ഇത് കേൾക്കണം. ഓക്കെ, അടുത്തത് what are the causes of grievance? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരാതികൾ എന്തിനെ കുറിച്ചൊക്കെ ആയിരിക്കും ഉണ്ടാകുക? what is the reason? എന്താണ് അതിന് കാരണങ്ങൾ പറയുന്നുണ്ട്. റിഗാർഡിംഗ് വേജസ്. ചിലപ്പോൾ കൂലിയെ സംബന്ധിക്കുന്ന പരാതിയായിരിക്കാം. കൂലി, ഞങ്ങൾ ഇത്രയൊക്കെ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച കൂലി ഇതല്ലാതെ ഇത്രയും ഞങ്ങളെ കൊണ്ട് ശ്വാസം പൊട്ടിച്ച് കൊല്ലാൻ നടക്കുന്ന പോലെ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിന് പറ്റിയ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ഓഫ് വേജസ് അല്ല ഞങ്ങൾക്ക് തരുന്നേ. അതിനെ സംബന്ധിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് നമുക്ക് പരാതി പറയാം. ഓക്കെ, അതായിരിക്കാം. റിഗാർഡിംഗ് സൂപ്പർവിഷൻ. വേണ്ട സമയത്ത് ഇതൊന്നും വന്ന് നമുക്ക് അന്വേഷിക്കുകയും ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ ഇങ്ങനെ കുറെ ചെയ്തൊക്കെ കൂട്ടുന്നുണ്ട്, ഇതൊക്കെ ശരിയാണോ തെറ്റാണോ ഈ പറയുന്ന രീതിയിൽ തന്നെ പോയാൽ മതിയോ? അപ്പൊ സൂപ്പർവിഷനെ സംബന്ധിക്കുന്ന പരാതികളാകാം. റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്. നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ചില ഉയർച്ചകൾ, നമ്മളത് എത്ര കാലം ഇങ്ങനെയൊക്കെ തന്നെ അല്ലെ, ഇതിന് യാതൊരു മാറ്റമില്ലേ, ഇതിനൊരു അഡ്വാൻസ്മെന്റ് ഇല്ലേ, ഇതിനൊരു ഉയർച്ചയില്ലേ, അങ്ങനെ അതിനെ സംബന്ധിക്കുന്നതാകാം. ജനറൽ വർക്കിംഗ് കണ്ടീഷൻസ്. അവിടുത്തെ ജോലി ചെയ്യുന്ന ചുറ്റുപാട് നല്ലൊരു ടോയ്ലറ്റില്ല, വാഷ്റൂമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് ഭക്ഷണം പോലെ ഇരുന്ന് എവിടെയെങ്കിലും ഇരുന്ന് മര്യാദയ്ക്ക് കഴിക്കാനുള്ള ഒരു സൗകര്യമില്ല, അങ്ങനെ സംബന്ധിക്കുന്നതാകാം. പിന്നെ എന്താ? കളക്റ്റീവ് ബാർഗൈനിങ്. മറ്റേതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഒരുമിച്ച് കൂട്ടായിട്ട് ഉയർത്തുന്ന പരാതികളാകാം. ഓക്കെ, ഇതെല്ലാമാണ് ഏതിന്? ഗ്രീവിയൻസിന്റെ കാരണങ്ങൾ. അപ്പൊ ഗ്രീവിയൻസിന്റെ കാരണങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ടിക്കറ്റ് causes of grievance regarding wages, regarding supervision, regarding individual advancement, general working conditions and collective bargaining. അപ്പൊ ഈ ഗ്രീവിയൻസ് എന്ന് പറയുന്നത് വളരെ നല്ലായി ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റുകൾ ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉയർച്ച നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, അല്ലെ? ഈ വന്നപ്പോ തുടങ്ങി ഈ രീതിയിൽ തന്നെ ജോലി ചെയ്യുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു മാറ്റമില്ല, ഇത് തന്നെ വന്നപ്പോ തുടങ്ങി ഇങ്ങനെ തന്നെ, അതിൽ യാതൊരു മാറ്റമില്ല, സാലറിയും അങ്ങനെ തന്നെ, ചെയ്യുന്ന പണിയും അത് തന്നെ, അല്ലെ? വർഷങ്ങളായി ഇവിടെ കണ്ടത്, ഇതിനൊരു മാറ്റമില്ലാത്തത് ലഭിക്കുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പരാതിയാണ്. ഓക്കെ, ഇപ്പൊ ഈ ഗ്രീവിയൻസുകളെല്ലാം തന്നെ ഇഫ് ഇറ്റ് ഡസ് നോട്ട് വർക്ക് ഇഫക്റ്റീവ്ലി, അത് ഈ പരാതികളെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് അതിനൊക്കെ സൊല്യൂഷൻസ് മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ ലേബർ ആൻഡ് മാനേജ്മെന്റ്. അല്ലെങ്കിൽ ലേബർ തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിൽ എപ്പോഴും ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതർവൈസ് ദേ ഹാവ് ടു ഹാൻഡിൽ ദ ഗ്രീവിയൻസ് വെരി ഇഫക്റ്റീവ്ലി. ഇത്തരം എന്താ പറയാ, ഈ ഗ്രീവിയൻസുകളെ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തോളണം. അല്ലെങ്കിൽ മാനേജ്മെന്റ് എപ്പോഴും ഇങ്ങനെ പരാതി കേട്ടുകൊണ്ടിരിക്കും. ഇവരുടെ ഒട്ട് പരാതികൾ തീരുമില്ല, മാനേജ്മെന്റ് അതിന് കൃത്യമായ ഒരു സൊല്യൂഷൻസ് കൊടുക്കുന്നില്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ തർക്കമായിരിക്കും. അവിടെ ഒന്നും മര്യാദയ്ക്ക് പോകില്ല, സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യില്ല. അപ്പൊ ഈ മാനേജ്മെന്റ് ലേബറും ഒക്കെ ഒരു നല്ല ഒരു കോർഡിനേഷൻ, നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അതിന്റെ അത് ഉദ്ദേശിച്ച രീതിയിൽ അത് അച്ചീവ് ചെയ്യാനായിട്ട്, നേട്ടങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ പഠിക്കാനുണ്ടായിരുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എല്ലാം എംപ്ലോയീസിനെ സംബന്ധിക്കുന്നതായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലാസ്റ്റത്തെ ഭാഗം ഒന്ന് ടിക്കറ്റ് വെച്ചോ, എംപി വെച്ചോ, ഇത് വെച്ചല്ലോ. ഓക്കെ, ഇനി എന്താ പറയാനുള്ളത് നോക്കാം. പറയാവുന്നിരിക്കാൻ അതുകൊണ്ട് ഞാൻ നോക്കട്ടെ. 3, 4, 5, 6, 7, 8, 9, 3 പേജൊക്കെ ഉള്ളൂ. അടുത്ത ചാപ്റ്റർ എനിക്ക് എടുക്കാനുള്ളത് മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എളുപ്പമുള്ള ചാപ്റ്റർ ആണ് മെഡിക്കൽ ഇൻഷുറൻസ്. ഇത് പ്രതീക്ഷിക്കുന്ന പോലെയല്ല. എനിക്ക് തോന്നുന്നത് 3rd and 4th മൊഡ്യൂളിലുള്ള ഏറ്റവും നല്ല ഒരു ചാപ്റ്റർ ആയിരിക്കും അത്. ഓക്കെ, പിന്നെ മാത്രമല്ല ഇതിനകത്ത് കുറച്ചധികം നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഉണ്ടാവും. അത് നമുക്ക് എന്താണ് ഇൻഷുറൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന കാര്യങ്ങളല്ലേ. ഇൻഷുറൻസ്, ഇന്ന് ഇൻഷുറൻസ് ഇല്ലാണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് ഇല്ലാതെ പറ്റില്ല കേട്ടോ. കാരണം ഇൻഷുറൻസ് ഇല്ലാതെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഫ്യൂച്ചർ, അടുത്ത മൊമെന്റിൽ എന്ത് സംഭവിക്കും നമ്മൾക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അടുത്തൊരു നിമിഷത്തിൽ എന്താ സംഭവിക്കാന്ന്. സോ നമ്മൾ അത്രയും നമുക്ക് സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഇല്ലാത്ത ഈ ചുറ്റുവട്ടത്തും കാലഘട്ടത്തില് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കൂടിയേ തീരൂ. ഒരു ഇൻഷുറൻസ് സ്കീം എടുത്തു വെക്കേണ്ടത് നല്ലത് തന്നെയാണ്. ഇന്ന് ഒരുപാട് എന്താ പറയുക, ഗവൺമെന്റ് തന്നെ ഓഫർ ചെയ്യുന്ന ഒരുപാട് ഇൻഷുറൻസ് സ്കീംസ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ ആയാലും മതി. ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിലും ഓക്കെ, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഏത് ഇൻഷുറൻസ് ആണെങ്കിലും അത് നല്ല രീതിയിലുള്ള ഇൻഷുറൻസ് കൂടി നമ്മൾ തിരഞ്ഞെടുക്കണം. മെഡിക്കൽ ഇൻഷുറൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ലൈഫ് ഇൻഷുറൻസ് ഒന്നുമല്ല, മെഡിക്കൽ ഇൻഷുറൻസ്. അതായത് നമുക്ക് മെഡിക്ലെയിം കിട്ടുന്ന ഇൻഷുറൻസ്. ഹോസ്പിറ്റലൈസ്ഡ് ആയി രോഗം അല്ലെങ്കിൽ ആക്സിഡന്റ് ഇതൊക്കെ വന്നിട്ട് ആശുപത്രിയിലൊക്കെ കുറെ ദിവസമൊക്കെ കിടക്കേണ്ടി വന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കൊമേഴ്സുകാരൊക്കെ കുറെ പേരുണ്ടോ ഇവിടെ? കൊമേഴ്സ് എടുത്തിരിക്കുന്നവർ ഒത്തിരി പേരുണ്ടോ? കൊമേഴ്സുകാരാണ് മെജോറിറ്റി. അങ്ങനെയെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരവസരം ഞാൻ തരാം, എനിക്ക് പഠിപ്പിച്ചു തരാം. അപ്പൊ കൊമേഴ്സുകാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം അവർക്ക് ഇൻഷുറൻസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അല്ലെ. ഇൻഷുറൻസ് ഒക്കെ പഠിക്കാനല്ലേ? സമയം തരാട്ടോ നിങ്ങൾക്ക്. ഞാൻ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യം പറയാനുള്ള സമയം തരാം. ഓക്കെ, ഇൻഷുറൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇൻഷുറൻസിന്റെ എന്തൊക്കെ ടൈപ്സ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതൊന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് മെഡിക്കൽ ഇൻഷുറൻസുമാണ്. മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അത് നമ്മള് അടുത്ത ക്ലാസ്സിൽ തുടങ്ങുന്നുള്ളൂ. ഇപ്പൊ അധികം സമയമില്ല. പിന്നെ തന്നെ എല്ലാവർക്കും പറയണമെന്ന് പറഞ്ഞ് എന്താ പറയണ്ടേ, ഞാൻ നിങ്ങൾ അന്ന് ചോദിച്ച കാര്യമാണെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് നമുക്ക് ആവശ്യമില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ